ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയിലേക്ക് കടപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ ആ ആ ഒന്നാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകളായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചിരുന്നത്, നമ്മൾ ചിന്തിച്ചിരുന്നത്. അതിനെ തുടർന്ന് തന്നെ ചില കാര്യങ്ങൾ ആ അധ്യായത്തിൽ നിന്ന് തന്നെ പറഞ്ഞ് അത് അവസാനിപ്പാൻ ഞാൻ എന്റെ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന്റെ 14 അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമുക്കറിയാം, ആ ഇന്നത്തെ കാലത്ത് ഹൃദയങ്ങൾ കലങ്ങിയവരാണ് മിക്കവാറും ലോകത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി എല്ലാ മേഖലയിലും, ബിസിനസ് മേഖലയിലാണെങ്കിലും വ്യക്തിപരമായ മേഖലയിലാണെങ്കിലും ഒക്കെ ഹൃദയം കലങ്ങി വിഷമിച്ച്, കാരണം ആത്മഹത്യയുടെ നിരക്ക് വളരെ വർദ്ധിച്ചു. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഹൃദയം കലങ്ങി അനേകരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നുണ്ട്. ഈ വേദപുസ്തകത്തിൽ ഈ വാക്യം അല്ലെങ്കിൽ ഈ കർത്താവ് ഈ പ്രസ്താവന പറയുന്നതിന്റെ പശ്ചാത്തലവും ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോയത് കൊണ്ട് തന്നെയാണ്. ആ ശിഷ്യന്മാരുടെ ഹൃദയം അവിടെ കലങ്ങിപ്പോയത്, അല്ലെങ്കിൽ അവർ അസ്വസ്ഥരായി തീർന്നത് യേശു കർത്താവ് അവരെ വിട്ടു പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു. ആ നിമിഷമായിരുന്നു അവരുടെ ഹൃദയം കലങ്ങിപ്പോയതായിട്ട് നമുക്ക് മനസ്സിലായി. ഇതിന്റെ മുമ്പുള്ള അധ്യായങ്ങളെയൊക്കെ അല്ലെങ്കിൽ വിട്ടു പോകുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ, അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങി തിരിച്ചവരായിരുന്നു ശിഷ്യന്മാർ. അവരുടെ ഒരേ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരേ ഒരു പ്രത്യാശ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കർത്താവിനെ മാത്രമായി കണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ യേശുവിനെ അവരുടെ ഭൗതിക രാജ്യത്തെ വീണ്ടെടുക്കുന്ന മശിഹയായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. യേശു അവരുടെ രാജാവാകുമോ, രാജാവായാൽ അവർക്ക് ഓരോരുത്തർക്കും എന്ത് ലഭിക്കും എന്നുള്ള ചിന്ത അവരെ വളരെ ഭരിച്ചിരുന്നു എന്നുള്ളതൊക്കെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അതുപോലെ തന്നെ പത്രോസ് കർത്താവിനോട് ചോദിച്ചിരുന്നു. പത്തായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിനോട് പറയുന്നത്: ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചത്. ആ ചോദ്യത്തിന്റെയൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം അല്ലെങ്കിൽ അതിലുള്ള പത്രോസിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ചില നന്മകളും പദവികളും ഒക്കെ തന്നെയായിരുന്നു. അതിന് മറുപടിയായി യേശു കർത്താവ് അവരോട് പറഞ്ഞത് അടുത്ത വാക്യത്തിലായിരുന്നു. കർത്താവ് പറഞ്ഞു, അതിന്റെ 19 അധ്യായത്തിന്റെ 28ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു അവരോട് പറഞ്ഞത്: എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ, നോക്കുക, ആ ഭൂമിയിൽ പ്രത്യേകിച്ച് അവിടെ വാഗ്ദത്തങ്ങളൊന്നും കൊടുക്കുന്നില്ല. പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കുക, ഇവിടെ വളരെ വ്യക്തമായി തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് കർത്താവിന് അവരോട് സംസാരിക്കാനുണ്ടായിരിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും വളർത്തിയെടുക്കുവാനാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ അല്ലെങ്കിൽ ആ പ്രത്യാശയുടെ അറിവ് അന്ന് ആ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാണല്ലോ. ഇന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ അഭിമാനിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ച് പഴയ നിയമത്തിൽ അധികം പരാമർശങ്ങളുമില്ല. പഴയ നിയമ പ്രവചനങ്ങളും പ്രബോധനങ്ങളും കൂടുതലും ഇവിടെയുള്ള രാജ്യത്തിന്റെ അഭിവൃദ്ധിയോട് ചേർന്നുള്ളതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും പഴയ നിയമ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ പഴയ നിയമ വാക്യങ്ങൾ എടുത്ത് പ്രസംഗിക്കുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും അതിലേക്കുള്ള ആശയങ്ങളാണ് അതിൽ കാണാൻ കഴിയുന്നത്. അതിനർത്ഥം ഇവിടെയുള്ള രാജ്യത്തിന്റെ അഭിവൃദ്ധിയോട് ചേർന്നതായിരുന്നു ആ പഴയ നിയമ പ്രവചനങ്ങൾ മിക്കവാറും എന്ന് നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ അവരുടെ രാജ്യം, രാജാക്കന്മാർ, അല്ലെങ്കിൽ കുറെ കൂടെ ആത്മീയം എന്ന് പറയുകയാണെങ്കിൽ ദേവാലയം എന്നതിനെയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു. ആ ദേവാലയത്തിന്റെ മനോഹാരിത അല്ലെങ്കിൽ ദേവാലയം മറ്റാരും ആക്രമിക്കപ്പെടാതെ അതിൽ ശുദ്ധമായിരിക്കുന്നു, അവരുടെ നിഷ്കർഷയിലുള്ള ശുദ്ധമായിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ആ പ്രവചനങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നത്. എങ്കിലും പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ അവർ നിത്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരു ആശയവുമില്ലാതെ, ഒരു സങ്കല്പവും ഇല്ലാതെ ആയിരുന്നു ആ കാലഘട്ടം പോയിരുന്നെന്ന് നാം ചിന്തിക്കേണ്ട. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയവർ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരങ്ങൾക്കായി കാത്തിരുന്നത് ആ പ്രത്യാശ പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ പ്രാപിച്ചതിനാലാണ്, അവർ അതിനെക്കുറിച്ച് ഗ്രഹിച്ചതിനാലാണ്. ഇനി നമുക്ക് യാക്കോബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഫറവോന്റെ മുമ്പിൽ വെച്ച് തന്റെ പരദേശ പ്രയാണത്തിന്റെ കാലമെന്ന് യാക്കോബ് ഒരു പ്രസ്താവന നടത്തുന്നത് നമുക്കറിയാം. പ്രയാണം എന്ന് പറഞ്ഞ അതിന്റെ ആയുസിനെ കുറിച്ച് പറയുന്നതാണ്. അന്നേരം പരദേശ പ്രയാണം എന്ന് പറയുമ്പോൾ ഇതല്ല, അല്ലെങ്കിൽ ഈ ഭൂമിയല്ല തന്റെ സ്ഥിരമായ പാർപ്പിടം എന്നതിനെ യാക്കോബ് അവിടെ വ്യക്തമാക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവായിരുന്ന ദാവീദ് തന്റെ മകന്റെ ദീന സമയത്ത് ദുഃഖിച്ച് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെങ്കിലും മകൻ മരിച്ചതോടെ അവൻ എഴുന്നേറ്റ് സന്തോഷത്തോടെ ഇരുന്നതിന്റെ കാരണം അന്വേഷിച്ചവരോട് തന്റെ മകൻ ഇങ്ങോട്ട് വരില്ലെന്നും താൻ ഇനി അങ്ങോട്ട് പോയി അവനെ കാണുമെന്ന് പറഞ്ഞതും പഴയ നിയമത്തിലുള്ള ആ ഭക്തന്മാരുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ ആ തിരുവചനത്തിൽ അത്രയും വെളിപ്പെടുത്തി
വെളിപ്പെടുത്തി എഴുതിയിട്ടില്ലെങ്കിലും, വെളിപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ പഴയ നിയമ ഭക്തന്മാരുള്ള ആ വലിയ പ്രത്യാശയുടെ സൂചന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ കാണുന്ന അല്ലെങ്കിൽ നശിച്ച് പ്രയോജനമില്ലാതെയായി പോകുന്ന അനുഗ്രഹങ്ങൾ മാത്രം പ്രസംഗിക്കുന്നവർക്ക് ഒരുപക്ഷെ ലോകപ്രകാരമുള്ള അംഗീകാരം ലഭിച്ചേക്കാം. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ചുരുക്കമായിരിക്കാം, ഓൺലൈനിൽ കേൾക്കുന്നവർ ചുരുക്കമായിരിക്കാം, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ അംഗീകരിച്ച് ഏറ്റെടുക്കുന്നവർ ചുരുക്കമായിരിക്കാം. പ്രിയമുള്ളവരെ, ആളുകൾ കൂടിയേക്കാം, എങ്കിലും യേശു കർത്താവ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തിൽ, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്, ആ ഭവനത്തിൽ പങ്കുണ്ടാകിയില്ല എന്നുള്ളത് നാം അറിയട്ടെ. വളരെ കുറച്ച് പഴയ നിയമ ഭക്തന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച ഈ വലിയ പ്രത്യാശ ഇന്ന് നമ്മുടെ വാക്കുകളിലും പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി എന്നതാണ്. ഇന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും കർത്താവെ വരണമേ, അല്ലെങ്കിൽ കർത്താവെ അവിടുത്തെ കാര്യം എന്നുള്ള ആ നിലയിലേക്ക് നമ്മൾ എപ്പോഴും ആ ഒരു വാചകം നമ്മൾ ഓർക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടുള്ള സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പ്രത്യാശയിലാണ് നാം എപ്പോഴും മുന്നോട്ട് പോകാറ്. നമ്മുടെ വാക്കുകളിൽ അതുണ്ട്, പ്രസംഗങ്ങളിലുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളിലുണ്ട്. അതിനൊക്കെ കാരണം ഒരേ ഒരു കാരണമുള്ളൂ. പഴയ നിയമ ഭക്തന്മാർ കാണാത്തതൊന്നും നമ്മൾ കണ്ടിരിക്കുന്നു. കണ്ടത് ഇതാണ്: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, മനുഷ്യനായി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് മുന്നിൽ അത് പ്രത്യക്ഷനായി തന്നെ വെളിപ്പെടുത്തിയിട്ട് പോയ പോലെ മടങ്ങി വരാമെന്നുള്ള വാഗ്ദത്തം നൽകി കടന്നുപോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, ആ സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ നിയമ ലേഖനങ്ങൾ മുഴുവനും ആ വലിയ പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നാം കണ്ടു പരിചയിച്ച പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. ആത്മീയ നേതാക്കന്മാർ മാറ്റപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ആത്മീയതയിലേക്ക് കരം പിടിച്ചുയർത്തിയ, അല്ലെങ്കിൽ നമ്മളെ നടത്തിയ പലരും ഒക്കെ നമ്മുടെ മുന്നിൽ മാറ്റപ്പെടുന്നുണ്ട്. അവരുടെ പ്രത്യാശ നിർഭരമായ അന്ത്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരൊക്കെ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അവരുടെ പ്രത്യാശയൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതാവസാനം വന്നെത്തുമ്പോഴേക്കും ഭൂമിയിൽ ഉള്ളതിനേക്കാൾ സ്നേഹിതന്മാർ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ ദിവസവും ഓരോരുത്തർ മാറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, ഭൂമിയിൽ നമുക്കുള്ള സ്നേഹിതന്മാരെക്കാൾ കൂടുതൽ നമ്മെ കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം സ്വർഗത്തിലുണ്ടെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശയിലേക്ക് നാം എത്തിച്ചേരും. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു തരുന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ജീവിച്ചു തീർക്കുന്നതോടൊപ്പം തന്നെ സ്വർഗവും നമുക്ക് കൂടുതൽ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായി തീരും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, നമുക്കൊരു വാസസ്ഥലം ഒരുക്കുവാൻ കർത്താവ് പോയിരിക്കുന്നു. ആ വാസസ്ഥലം ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടുതൽ കൂടുതൽ പ്രിയപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നു എന്നുള്ളതാണ് ആ പ്രത്യാശയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ഇടത്ത് നിന്ന് നമ്മെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ആ യേശു ക്രിസ്തു തന്നെയാണ് ആ വാസസ്ഥലത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ആകർഷണീയത. അതെപ്പോഴും നമുക്ക് ഒരു ആശ്വാസമായിരിക്കും എന്നുള്ള കാര്യം നാം ഓർക്കുക. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ പരമപ്രധാനമായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായതാണ്. അതെപ്പോഴും ഞാനത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും അത് ഉൾക്കൊള്ളുവാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. അന്നും ഇന്നുമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾക്കും അതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം. അതിനെ ആഘോഷിക്കുന്നവരുണ്ട്, അതിനെ ഓർക്കുന്നവരുണ്ട്, അതിനെ ആചരിക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ഗൗരവം, അതിന്റെ ആഴമെത്ര, അത് എത്രമാത്രം മഹത്തരമാണെന്ന നിലയിൽ ചിന്തിപ്പാൻ കഴിയാത്തൊരു വലിയ കൂട്ടം ജനങ്ങളുടെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ അന്നുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ കർത്താവ് ചെയ്ത മറ്റ് അത്ഭുതങ്ങളൊക്കെ, ഈ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അത്ഭുതങ്ങളൊക്കെ വലിയ അംഗീകാരം ലഭിക്കാനിടയായതാണ്. അവരുടെ ഇടയിലൊക്കെ അത് വലിയ സന്തോഷമായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, പക്ഷവാതക്കാരെ എഴുന്നേൽപ്പിക്കുന്നത്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. കർത്താവ് ചെയ്ത ആ പ്രവൃത്തികളെല്ലാം മനോഹരമായിട്ട് തന്നെ, അല്ലെങ്കിൽ അവർ അതൊക്കെ അതിനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിലയിലൊക്കെ അവർ അതിനെ അംഗീകരിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് സ്വർഗത്തിൽ തന്റെ ഭക്തന്മാർക്കായി എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭവനം ഒരുക്കുന്ന കർത്താവ് ഇപ്പോൾ അവിടെ ഒരു ഭവനം ഒരുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. കർത്താവ് അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ നമ്മൾ കണ്ടതിലധികം മനോഹരവും മഹത്വവും ഉള്ളതായിരിക്കുമെന്ന് ആത്മാവിൽ നാം അറിയണം, നാം അത് കാണണം. അത് കർത്താവ് ഒരുക്കുന്ന ഭവനം. ഇവിടെ അന്ന് കർത്താവ് മഹത്തരമായ ഒരു പ്രവൃത്തി ചെയ്തു. കർത്താവിനെ എല്ലാവരും അംഗീകരിക്കുന്ന നിലയിൽ, അതെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ പ്രിയമുള്ളവരെ അവിടെ എത്തി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനം കാണുമ്പോൾ കർത്താവിനെ അധികം മഹത്വപ്പെടുത്തുവാൻ അതിന് കാരണമുണ്ടെന്നുള്ള കാര്യം നാം അറിയട്ടെ. നമ്മുടെ ഹൃദയം
കലങ്ങിപ്പോകരുതെന്നുള്ള ആ വാക്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രസ്താവനയുടെ ആ കാരണങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗം ഒരു വീടാണ് പ്രിയമുള്ളവരെ, അത് നമ്മുടെ വീടാണ്. ഓർക്കുക, ഈ ലോകം നമ്മുടെ വീടല്ല. ഇതിലൂടെ നമ്മൾ ദൈവരാജ്യത്തിന്റെ സാക്ഷികളായിട്ട് നമ്മൾ കടന്നു പോകുകയാണ്. നമ്മൾ ഇതിലൂടെ ചില നാളുകൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ സ്നേഹവും കൂടുതൽ പ്രത്യാശയും കൂടുതൽ ആഗ്രഹവും നമ്മുടെ നിത്യനാടിലേക്കുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മെ തന്നെ വളർത്തുന്ന നിലയിൽ നാം ഇതിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും സ്വർഗം എന്നൊരു സ്ഥലമുണ്ട്. അത് നമുക്കായി ഒരുക്കുവാൻ യേശു അവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി ക്രിസ്തു ഭക്തന്മാർ കലങ്ങി പോകാതിരിക്കാനുള്ള അടുത്ത കാരണം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതൊരു വലിയ പ്രസ്താവനയാണ് ദൈവശാസ്ത്രകാരന്മാരുടെ ഇടയിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ തിയോളജി മറ്റുള്ള രീതിയിൽ ചിന്തകന്മാരുടെ ഇടയിലൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവർ ഒത്തിരി ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ കണ്ടെത്തുന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതനേതാവിന്റെ കീഴിലുള്ള ഉപനേതാക്കന്മാരുടെ കീഴിലുള്ള വലുതോ ചെറുതോ ആയ ഒരു കൂട്ടമല്ല ക്രിസ്ത്യാനികൾ എന്നുള്ള കാര്യമാണ് ഇതിൽ കൂടെ വ്യക്തമാക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഏതെങ്കിലും വ്യക്തികളുടെ കീഴിൽ ആ വ്യക്തികളെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തികളുടെ മഹത്വം കൊടുത്ത് അവരുടെ കീഴിലാണെന്ന് അഭിമാനിക്കുന്ന വലിയൊരു കൂട്ടം ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രൈസ്തവ ഭക്തരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റുള്ള സമുദായത്തിലായാലും പെന്തക്കോസ്തിലാണെങ്കിലും അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തന്നെയാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗം എന്ന് ഈ വാക്യം ഉറപ്പിക്കുകയാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ, കർത്താവ് മാത്രമല്ലാതെ വേറൊരു വ്യക്തിക്കും അതിൽ റോളില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഈ വാക്യം നമ്മെ അറിയിക്കുന്നത്. ദൈവത്തെയും ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് പഴയ നിയമത്തിലൊക്കെ ആ വാക്യങ്ങളുണ്ട്, അതിന്റെ സൂചനകളൊക്കെ നമുക്കറിയാം. അങ്ങനെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ അടുക്കൽ എത്താനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങളെ ക്രമപ്പെടുത്താൻ അനേകം മധ്യസ്ഥന്മാരോ അതോ അല്ലെങ്കിൽ കൂടാതെ ഒരു ദൈവത്തെ വിട്ടിട്ട് മറ്റൊരു ദൈവത്തെ സേവിക്കുവാൻ ഒന്നിലധികം ദൈവങ്ങളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതാണ്. ഒന്നിലധികം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദൈവത്തെ വിട്ടിട്ട് വേറൊരു ദൈവത്തെ സ്വീകരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ദൈവത്തെ സേവിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹിതപ്രകാരം ആയി തീർന്നില്ലെങ്കിൽ മറ്റൊരു മധ്യസ്ഥൻ ഉപയോഗിക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, അനേകം മധ്യസ്ഥന്മാരില്ല, അനേകം ദൈവങ്ങളുമില്ല, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിലേക്കുള്ള ഏക വഴിയെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ, അനേകം വഴികളിൽ ഏതെങ്കിലും ഒരു മെച്ചപ്പെട്ട വഴിയാണ് യേശു എന്ന അർത്ഥത്തിലുമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടെ നമുക്ക് ഓർക്കുക. അതായത് ചിലപ്പോഴൊക്കെ പറയുന്നുണ്ട് ഒരു നല്ല വഴി, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് എല്ലാം നല്ലതാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മെച്ചപ്പെട്ട വഴി ഏക വഴി എന്ന് തന്നെയാണ്. അതായത് ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തു മാത്രമാണെന്നുള്ളതാണ് ഇവിടെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശാപഗ്രസ്തമായ ലോകത്തിൽ വഴിതെറ്റി നടക്കുന്നവരായിരുന്നു നമ്മളെല്ലാവരും. നിത്യതയോട് ബന്ധപ്പെട്ട് യേശുവില്ലാതെ വ്യക്തിപരമായി നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടവരുമായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ കൃപ ലഭിച്ചതിലൂടെ ഈ ഭാഗ്യകരമായ പ്രത്യാശയുടെ അവകാശികളാകുവാൻ നമുക്കും അവസരം ലഭിച്ചു എന്നുള്ളത് നാം ഭക്തിയോടെ നന്ദിയോടെ ഓർക്കുന്ന കാര്യമാണല്ലോ. ഇന്ന് വ്യക്തിപരമായി നഷ്ടപ്പെട്ട സകലരോടും യേശു കർത്താവ് അരുളി ചെയ്യുന്നത് ആ വാക്യത്തിലെ അതേ ആശയം തന്നെയാണ്. ഞാൻ തന്നെയാണ് വഴി. പ്രിയമുള്ളവരെ, ആ വഴിയെ പോകുവാൻ, ആ വഴി തിരഞ്ഞെടുക്കുവാൻ ഇന്നും അവസരമുണ്ടെന്നുള്ള കാര്യം കൊണ്ട് ഞാൻ ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. അതേ പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള ലോകത്തിലെ ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഈ ആഹ്വാനം അനേകം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കൂടാതെ രാത്രി പാട്ടുപാടിയപ്പോൾ അങ്ങനെ ദൈവദാസൻ ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ പ്രബോധിപ്പിച്ചതുപോലെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ലളിതവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ലളിതവൽക്കരിക്കാൻ അതിന്റെ ഗൗരവമില്ലാതെ ആക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അതിനാൽ അനേകർക്ക് എന്ത് വിശ്വസിക്കണം, ഏത് വഴി പിന്തുടരണമെന്ന് അറിയുന്നില്ല. എന്നാൽ ഈ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഈ 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, കലങ്ങിപ്പോകരുത് എന്ന് പറയുമ്പോൾ അത്തരം ഒരു ആശയക്കുഴപ്പത്തിന്റെയും ആവശ്യമില്ല. കാരണം കർത്താവ് പറയാണ്, ഞാൻ സത്യമാണ്. ആ വഴി എന്ന് കാര്യം പറഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ സത്യവും കൂടിയാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് അതിനെ തുടർന്ന് കർത്താവോട് വെളിപ്പെടുത്തുന്നു. നമ്മളുടെ ഏക വഴിയും പരിഹാരവും യേശു കർത്താവാണെന്ന് കണ്ടെത്തുന്നതിലൂടെ യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ
അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അത് കൂടുതൽ സത്യം അറിയുവാനും നമുക്ക് ഇടയാകുമെന്ന് ആ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സത്യം അറിയുമ്പോൾ അല്ലെങ്കിൽ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്നുള്ള വാക്യം നമുക്കറിയാമല്ലോ. ആ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ ഏതെങ്കിലും ഭൗതിക അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ അല്ല, അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിന്റെ വിശുദ്ധ നിയമങ്ങൾ അനുസരിച്ചുള്ള ശിക്ഷാവിധിയിൽ നിന്നും മരണഭയത്തിൽ നിന്നും ലോകത്തെ ബന്ധനങ്ങളിൽ നിന്നും അതുപോലെ മായാവലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിടുതലിന്റെ സ്വാതന്ത്ര്യമാണ് ഈ സത്യത്തിലൂടെ നാം ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം. ക്രിസ്തു യേശുവിനെ അനുഭവിക്കുന്നതിലൂടെ ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിൽ നിന്നുള്ള മോചനമാണ് ഈ സത്യം അറിയുന്നതിലൂടെ, ഈ സത്യത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ഈ ആത്മീയ സ്വാതന്ത്ര്യം മഹത്വമേറിയ ഒരു സ്വാതന്ത്ര്യമാണ്. സത്യത്തിന്റെ പരിജ്ഞാനത്തിലൂടെയാണ് യേശു ക്രിസ്തു ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിജ്ഞാനത്തെ ലളിതമായി വിശദീകരിച്ചാൽ ക്രിസ്തു ആരാണ്, ക്രിസ്തു എവിടെ നിന്നാണ് വന്നത്, എന്ത് ദൗത്യമാണ് ഈ ലോകത്തിൽ നിർവഹിച്ചത്, ക്രിസ്തു സത്യം അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാണ് സത്യമെന്നുള്ള ആ അറിവ്, അതാണ് ആ അറിവ് നാം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് മുമ്പാകെയുള്ള നമ്മളുടെ യഥാർത്ഥ അവസ്ഥയും നാം രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, ക്രിസ്തു വന്ന സുവിശേഷങ്ങളിലും ലേഖനങ്ങളിൽ വിവരിച്ചു തന്നിരിക്കുന്നതായ ആ ഉപദേശങ്ങളുടെ അന്തരാർത്ഥമൊക്കെ ആ സത്യത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നാം അറിയുക. ആ പരിജ്ഞാനമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഏക മാർഗം എന്ന് മനസ്സിലാക്കുക. ഈ വാക്യം ഇങ്ങനെ പറയുന്നു, ആ വാക്യത്തിൽ ഉള്ള പ്രസ്താവന ഇങ്ങനെയായിരുന്നല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന കർത്താവിന്റെ പ്രസ്താവനയുടെ അവസാന ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ യേശുക്രിസ്തു ജീവനാകുന്നു എന്നുള്ളതാണ്. ജീവൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഏകവഴിയായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നമ്മൾ സത്യത്തെ മനസ്സിലാക്കിയതിലൂടെ നമ്മുടെ ഭരണഭയം മാറിയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. അത് ദൈവമായിട്ടുള്ള നിത്യമായ വേർപാട് എന്ന ഭരണത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിനെയാണ് കാണിക്കുന്നത്. അതായത് ദൈവവുമായിട്ട് നിത്യമായ ഒരു വേർപാട്, യഥാർത്ഥത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നൊരു വേർപാട് അനുഭവിച്ചപ്പോൾ തന്നെ അവർ മരിച്ചു എന്ന് പറയുന്നത് അവിടെ കാണുന്നുണ്ടല്ലോ. ആ മരണത്തിൽ നിന്നുള്ള ഭയം, അതിൽ നിന്നുള്ള വിടുതലാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ദൈവമായിട്ടുള്ള നിത്യമായ വേർപാട് എന്നുള്ള മരണത്തെയാണ് കാണിക്കുന്നത്. അതേസമയം ഈ ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യരും മരിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർ മരിക്കുന്നുണ്ട്. നമ്മളും ഇനി മരിക്കാൻ പോകുന്നവരാണ്. കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു പോയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സകല മനുഷ്യരും മരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കർത്താവ് ഇവിടെ വന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ഈ വാക്യങ്ങളെയൊക്കെ പ്രബോധിപ്പിക്കുമ്പോൾ, പ്രസ്താവിക്കുമ്പോൾ, ഇവിടെ കർത്താവ് ജീവനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും ജീവൻ എന്ന നിലയിലല്ല ഇവിടെ ആ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവിന് ഏക വഴിയായി വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിലേക്ക് അവൻ നിത്യജീവനെ പകരുമെന്നുള്ളതാണ് പറയുന്നത്. നിത്യജീവൻ, കാരണം ഇവിടെ നശിച്ചു പോകുന്ന ദൈവത്തോട്, ആ നശിച്ചു പോകുന്നതോടെ നിത്യമായ ദൈവത്തോടുള്ള നിത്യമായ വേർപാടിലേക്ക് പോകുന്ന ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് നിത്യജീവനെ പകരുന്നു എന്നുള്ള ആ വലിയ ആശയത്താണ് കർത്താവ് വ്യക്തമാക്കുന്നത്. അങ്ങനെ കർത്താവ് യേശുവിനെ കൈക്കൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നതിലൂടെ നാം അവനിലാകുകയാണ്. നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഒരു മുന്തിരിവള്ളി എങ്ങനെയാണ് ഫലം കൊടുക്കുന്നതിനുള്ള ആ ഉപമകളും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ആ അധ്യായത്തിൽ അവനിലാകുന്നത്, ക്രിസ്തുവിലാകുന്നത് എങ്ങനെയാണ്, ജീവൻ പകർന്ന ആ ക്രിസ്തുവിലാകുന്നത് എങ്ങനെയാണെന്ന് അവിടെ കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിനാൽ നാം അവന്റെ വഴിയിൽ നടക്കുകയും നാം സത്യം വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മിൽ ആത്മീക ജീവൻ ഉളവാകുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ കർത്താവ് അവരുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ആയിട്ട് ചെയ്യുന്നതിലൂടെ നമ്മെ അറിയിക്കുന്നതിലൂടെ കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു വലിയ കാരണമാണ്. ആരെങ്കിലും യേശുക്രിസ്തുവിനെ നിരസിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും ദൈവത്തിന്റെ വഴിയിലായിരിക്കുകയോ സത്യം വിശ്വസിക്കുകയോ ആത്മീക ജീവൻ പ്രാപിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് ഞാനോട് ചേർത്ത് പറയട്ടെ. ഇവിടെ കർത്താവ് കുറഞ്ഞ സമയത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ വിട്ടുപോയ യേശു കർത്താവ് ആ സമയത്ത് ചെയ്ത പ്രവൃത്തികളിലൂടെ പിതാവിന്റെ അടുക്കിലേക്കുള്ള വഴിയും സത്യവും ജീവനുമായി തീരുകയാണ്. കുറഞ്ഞൊരു സമയത്തേക്ക് കാണുന്നില്ല എന്ന് കർത്താവോട് പറഞ്ഞത് നമുക്കറിയാം. അതിന് മുമ്പുള്ള അധ്യായങ്ങളൊക്കെ നമുക്കതുണ്ട്. ആ കുറഞ്ഞ സമയത്ത് ശിഷ്യന്മാർ കാണാതെ അവർ ആശങ്കപ്പെട്ടിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ആണ് ഏറ്റവും മനോഹരമായ, നമ്മളെ സംബന്ധിച്ച് വിടുതലിന്റെ ഏറ്റവും വലിയ പ്രവർത്തികൾ അവിടെ ചെയ്തു തീർത്തത്. അവിടെയാണ് പിതാവിന്റെ അടുക്കിലേക്കുള്ള വഴിയും സത്യവും ജീവനും ഒക്കെയായി കർത്താവ് മാറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെ വഴിയും സത്യവും ജീവനുമായി
അറിയുന്നവർ പിതാവിനെയും അറിയുമെന്ന് യേശു കർത്താവ് അറിയിച്ചപ്പോൾ അവിടെ തുടർന്നുള്ള വാക്യങ്ങൾ 14 അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണാനുണ്ട്. യേശു കർത്താവ് അറിയിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഫിലിപ്പോസ് പിതാവിനെ കാണിച്ചു തരണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു. 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. നോക്കുക, മതി എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ഒരുപക്ഷെ ഫിലിപ്പോസ് ഇപ്രകാരം ചിന്തിച്ചു കാണണം, പിതാവ് സ്വർഗത്തിലാണ്, യേശു കർത്താവും സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ആ വാസസ്ഥലത്തിലേക്ക് പോകുന്നു. ഒരു വാസസ്ഥലത്തെ കുറിച്ചൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഫിലിപ്പോസിന് അറിയാം. അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, ഉപദേശിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ യേശു കർത്താവ് പിതാവിന്റെ നാമത്തിലായിരുന്നു അതെല്ലാം ചെയ്തത്. കാരണം എല്ലാത്തിലും പിതാവിന്റെ മഹത്വം കൊടുക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പിതാവ് അത് യേശു കർത്താവിന്റെ എല്ലാ അവസരങ്ങളിലും സ്നാനം ചെയ്യുന്ന പരസ്യശുശ്രൂഷയുടെ മുഴുവൻ കാലഘട്ടത്തിലും നമുക്ക് പിതാവിന് മഹത്വം കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലൊക്കെ നിന്നുകൊണ്ട് ഫിലിപ്പോസ് യേശു കർത്താവിനോട് പറയാണ്, കർത്താവ് അങ്ങ് ഞങ്ങളെ വിട്ടുപോവുകയാണല്ലോ, എന്നാൽ ആത്മീയ കാര്യങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ വളരെ ചെറിയ അല്ലെങ്കിൽ അത്രയും വലിയ അനുഭവങ്ങളൊന്നുമില്ല, വളരെ ചെറിയൊരു വഴിയിലൂടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ശരിക്കും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, അത് മാത്രം മതി, ആ ആഗ്രഹം ഒന്ന് പൂർത്തീകരിച്ച് തരണമെന്ന് ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നു. അതിന്റെ മറുപടിയായി 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളോട് കർത്താവ് അവിടെ അറിയിക്കുന്ന ആ വേദഭാഗം ഞാൻ വായിക്കട്ടെ. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പ്രത്യുത പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ നമുക്ക് ദൈവത്തെ അറിയാം എന്നതാണ് ഈ വാക്യങ്ങളിൽ നിഴലിക്കുന്ന ആശയം. ദൈവം ഒരിക്കലും ഒരു നിഗൂഢതയല്ല. ദൈവം സൃഷ്ടിയിൽ നിന്ന് എപ്പോഴും വളരെ അകലെയായി മാറി നിൽക്കുന്ന ഒരു ദൈവവുമല്ല. ദൈവം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിയാത്തത്ര ദൂരെയല്ല ഈ ദൈവം എന്നുള്ളത് നാം അറിയട്ടെ. യേശുക്രിസ്തുവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് അറിയുന്നത്. ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കുള്ള ഉത്തരം ദൈവം യേശുവിനെ പോലെയാണ്. അതേ നമുക്ക് പറയാനുള്ളൂ. ആ ശിഷ്യന്മാർക്ക് അത് പറയാനുള്ളൂ. ദൈവം എവിടെ? ദൈവത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ലോ. ദൈവം എങ്ങനെയുള്ളത് ചോദിക്കുമ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ദൈവം യേശുവിനെ പോലെയാണ്. യേശു കർത്താവ് ഇവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ പ്രബോധനങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. മരിച്ചു അടക്കപ്പെട്ടതിന് 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പിന്നീട് യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോടൊപ്പം യേശു കർത്താവ് സഞ്ചരിച്ച ഭാഗവും നമുക്കറിയാം. അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ അവർ യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിരുന്നു. അവർ ശിഷ്യന്മാർ മറിയെ പോയി കണ്ടു. അവിടെ കർത്താവിന്റെ ശരീരമില്ല. പത്രോസും യോഹന്നാനും പറഞ്ഞതൊക്കെ അവർ കേട്ടിരുന്നു. പക്ഷെ അവർ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അവരുടെ യാത്രയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അവരോട്, നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ തന്നെയാണ് യേശു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതെല്ലാം നിങ്ങൾ വിശ്വസിക്കണം എന്നായിരുന്നില്ല പറഞ്ഞത്. കർത്താവ് അവരോട് കൂടെ നടക്കുകയായിരുന്നു. പക്ഷെ കർത്താവിന്റെ മറുപടി അതിന് പകരമായിട്ട് കർത്താവ് പറഞ്ഞത്, യേശു പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്നും മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് ആ വഴിയിൽ വെച്ച് തന്നെ വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അവരോട് ആ വിഷയങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പഴയ തിരുവെഴുത്തുകൾ, മോശ പറഞ്ഞത്, മറ്റു പ്രവാചകന്മാർ പറഞ്ഞത്, അതൊക്കെയാണ് അവിടെ പറയുന്നത്. പ്രിയരെ, പഴയ നിയമ പുതിയ നിയമ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് യേശുവിനെ അറിയാനാകുമെന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് യേശുവിനെ അറിയുന്നവരുടെ ദൈവത്തെ അറിയാം. അന്നേരം പഴയ നിയമ പുതിയ നിയമ തിരുവെഴുത്തുകളുടെ യേശു കർത്താവിനോട് പിതാവിനെയും അറിയാമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രിയരെ, ആ അറിവ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ അറിവാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, എന്ത് തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾ നാം കേട്ടാലും, യേശുവിനെ അറിയുന്ന എല്ലാവർക്കും ദൈവത്തെയും ശരിക്കും അറിയാമെന്നുള്ള ആ ഒരു വാക്തത്വമാണ് അതിലൂടെ അറിയുന്നത്. യേശു കർത്താവ് അവനൊരു മനുഷ്യനായി തന്നെ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തി തന്നപ്പോൾ ആ കർത്താവിനെ അറിയുന്നതിലൂടെ, കർത്താവിൽ നിന്നുള്ള ആ പരിജ്ഞാനം നാം പ്രാപിക്കുന്നതിലൂടെ, കർത്താവിൽ കൂടെ നാം ആ ദൈവത്തെയും കൂടി അറിയുകയാണ്.
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കലങ്ങിപ്പോകാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന തിരുവെഴുത്തുകളിലൂടെ നാം പ്രാപിക്കുന്ന ആത്മീയ അറിവുകൾ, തിരുവെഴുത്തിലെ ജ്ഞാനങ്ങൾ, തിരുവെഴുത്തിലെ വെളിപ്പാടുകൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാനുള്ള മറ്റൊരു വലിയ കാരണമായി ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. വചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തെ ദൈവത്തെ തന്നെ ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ്. ക്രിസ്ത്യ ശിഷ്യന്മാർ കലങ്ങിപ്പോകാതിരിക്കാനുള്ള ആ ഒരു വലിയ കാരണമാണെന്ന് നാം അത് ഓർക്കുക. അതുകൊണ്ട് വചനത്തെ എപ്പോഴും നമ്മുടെ മുന്നിൽ നിർത്തുവാൻ ഇടയാകട്ടെ. ഇനി കർത്താവിന്റെ ശിഷ്യന്മാർ കലങ്ങിപ്പോകാതിരിക്കാനുള്ള അടുത്ത കാരണം പ്രാർത്ഥനകളിലെ വാഗ്ദാനമാണ്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ആ 13-14 വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായ നിബന്ധനകളോട് കൂടിയ ഒരു വലിയ വാഗ്ദാനമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകേണ്ടതിന് യേശുവിന്റെ നാമത്തിലായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ മറ്റൊരു നാമമോ മധ്യസ്ഥനോ ആവശ്യമല്ല. വീണ്ടും ഞാൻ ആ കാര്യങ്ങളെ വീണ്ടും എടുത്തു പറയുമ്പോൾ അതിന്റെ പ്രസക്തി ഒത്തിരി വലുതാണെന്നുള്ളത്, കാരണം അത് പല നിലയിലും അത് കണക്റ്റഡ് ആണെന്നുള്ളത് നാം അറിയട്ടെ. ഇവിടെ മറ്റൊരു നാമമോ മധ്യസ്ഥനോ ആവശ്യമില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അവൻ തന്നെ പ്രാപ്തനാകിയാൽ, കർത്താവ് തന്നെ പ്രാപ്തനാകിയാൽ, സ്വർഗത്തിലും ഭൂമിയിലും മറ്റൊരു നാമവും അല്ലെങ്കിൽ അതിനാവശ്യമില്ലെന്ന് വളരെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ യേശു പ്രാർത്ഥനയെ കുറിച്ച് എങ്ങനെ പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന വാഗ്ദത്തമാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കി, കർത്താവ് ഇവിടെ നൽകുന്നത്. ഇനി തന്നെ കാണുകയില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് യേശു പോയി പൂർത്തീകരിച്ച ആ വലിയ പ്രവൃത്തി, അത് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ആ വലിയ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. ആ വലിയ പ്രവൃത്തിയിലുള്ള ദൈവത്തിന്റെ പ്രസാദമാണ് ഈ വാഗ്ദാനങ്ങളിൽ നിഴലിക്കുന്നത്. അതിൽ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ നമ്മളിലേക്കുള്ള പ്രസാദമാണ്. നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ദൈവം അവിടെ ചെയ്തിരിക്കുന്നത്. അന്നേരം ദൈവം ആ പ്രവൃത്തിയെ പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിലേക്കാണ് ആ പ്രസാദത്തിന്റെ അതിന്റെ നീണ്ടു വരുന്നത്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കർത്താവ് നാമം മഹത്വപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് ഉത്തരം ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടതയിലും ആവശ്യത്തിലും ഒക്കെ പുത്രന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാനാകുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്തം, വലിയൊരു അവകാശം, വലിയൊരു അറിവാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശാന്തമാക്കാനും ഒപ്പം ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാനും കഴിയുമെന്നുള്ള ഒരു വലിയ സത്യം ആണ് ഇതിലൂടെ വെളിപ്പെടുത്തി വരുന്നത്. അതിനാലാണ് ക്രിസ്തു ഭക്തന്മാർ എല്ലാ ദിവസവും പല നേരങ്ങളിൽ പല പ്രാവശ്യവും പ്രാർത്ഥന കഴിക്കുന്നത്. ചിലപ്പോൾ മിനിറ്റുകളായിരിക്കാം, സെക്കൻഡുകളായിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകളിലേക്കൊക്കെ നീണ്ടിരിക്കാം. പല വിധത്തിലൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിലൊക്കെ ലക്ഷ്യം കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ആ സമാധാനത്തിലേക്കാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവവുമായി ആശയവിനിമയം നടത്താനാകുമെന്നുള്ള ആ ഒരു വലിയ അറിവിലൂടെ, അല്ലെങ്കിൽ വലിയ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നാം ദൈവത്തിന് മുമ്പാകെ, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ പ്രാർത്ഥനയ്ക്കായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആ വാഗ്ദത്തത്തിൽ നാം ഉറയ്ക്കുവാൻ, അതിൽ ശക്തിപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടട്ടെ. ഇവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ മനസ്സിന് മുമ്പിൽ വരത്തക്ക വിധം നാം തിരുവെഴുത്തുകളെ അറിയുകയും മനസ്സിലാക്കുകയും അത് ഭക്ഷിക്കുകയും നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ വേണ്ടി ആയിരിക്കുകയും ചെയ്യുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നാം ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു തരുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്തം അതിൽ നിഴലിച്ചുകൊണ്ട് അവിടെ ഒരു ദൈവനാമ മഹത്വത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അശോപാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചേർത്ത് പ്രാർത്ഥിച്ചിരുന്നല്ലോ. അതുപോലെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക്, ദൈവത്തിന് പ്രസാദമുള്ള വിഷയങ്ങളിലേക്ക് പ്രാർത്ഥന നമ്മൾ കൊണ്ടുവരുമ്പോൾ, ആ ദൈവത്തിന്റെ ആലോചനകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വളർന്നു വരുമ്പോൾ ദൈവം നാം ആവശ്യപ്പെടുന്നതൊക്കെ പൂർത്തീകരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായി അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾക്കായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ദൈവം ആ കാര്യങ്ങളെ നിവർത്തിച്ചു തരും. ജീവിതത്തിൽ നമ്മൾ കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്നേക്കും നമ്മളോടുകൂടി ഇരിക്കേണ്ടതിന് നമ്മൾക്ക് നൽകി തരുന്ന സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെയാണ്. സത്യത്തിന്റെ ആത്മാവെന്ന കാര്യത്തിനെ കുറിച്ച് ഒത്തിരി ചിന്തകൾ പല പ്രാവശ്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കർത്താവിന്റെ കൂടെ തന്നെയായിരുന്ന ആ ശിഷ്യന്മാരെ ആ കുറവ് അറിയിക്കാതെ മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് യേശു കർത്താവ് അവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതിനാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് നമ്മെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. അതാണ് ശരി. ഈ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് നമ്മെ സ്വീകരിക്കുമ്പോൾ അവൻ നമ്മെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിന്റെ
ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതിനുവേണ്ടി അതിനുള്ള ആശ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ നിലയിൽ നമ്മെ ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നതിലൂടെ നമ്മളിൽ ഓരോരുത്തരിലും യേശു കർത്താവും മഹത്വപ്പെടുമെന്ന് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിൽ നടക്കുന്ന രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന വിശുദ്ധീകരണത്തിലൂടെയാണ്. അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ദിനം പ്രതി നമ്മളെ അനുരൂപപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത ആ സ്വർഗത്തിലെ ആ വലിയ വാസസ്ഥലത്ത് താമസിക്കുവാൻ തക്കതായ നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ മരണ ദിവസത്തിലോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിലോ പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി നമ്മളിൽ പൂർത്തീകരിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. ഏറ്റവും അവസാനം ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞതിനെ പറഞ്ഞു പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 27ാമത്തെ വാക്യത്തിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. 1-ാം വാക്യത്തിൽ യേശു പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്നായിരുന്നു. ഒത്തിരി കാരണങ്ങൾ, കലങ്ങാതിരിക്കാനുള്ള ഒത്തിരി കാരണങ്ങൾ വിവരിച്ചതിന് ശേഷം അതിൽ ചിലതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ചുള്ളൂ. ഏറ്റവും അവസാനത്തിൽ എത്തുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം നൽകുന്നു, അതിനാൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി പോകാതിരിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനം ഉണ്ടാക്കേണ്ടതിന് യേശു ഈ ലോകത്തിലേക്ക് വന്നു. അനേകം വ്യക്തികൾ ആഗ്രഹിക്കുകയും എന്നാൽ കണ്ടെത്താൻ കഴിയാത്തതുമായ ഒരു സമാധാനം യേശു സൗജന്യമായി തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും സകലവിധ ഭയങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ കാര്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതം ഇല്ലാത്തതായിരിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ജീവിക്കാനും ധൈര്യപ്പെടാനുള്ള മാർഗങ്ങൾ യേശു കർത്താവ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ തിരുവചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ അതാണ് കണ്ടത്. നമ്മുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകാതിരിക്കാനായി ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങളെ ധ്യാനിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ അതിനെ ഉപയോഗിക്കാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അവസരങ്ങൾ തരട്ടെ. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലൂടെ ദൈവം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ചുരുക്കിട്ടു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.